നമസ്കാരം. ഫെയർവെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നാണ് നമ്മുടെ കോളേജിലെ ഫെയർവെല്. കുറെ ദിവസത്തിന് ശേഷം കോളേജൊക്കെ ഒന്ന് കണ്ടപ്പോൾ സന്തോഷമായിട്ടാ. അതേപോലെ ഇനിയൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അങ്ങനെ മെമ്മറീസ് ആയി വറക്കാൻ ആദ്യം പോയത് ബാത്റൂമിക്കാണ്. കുറച്ച് ദിവസം കാണാതിരുന്നപ്പോഴേക്കും പട്ടികളൊക്കെ അപ്പോ CBSE മറന്നു. അങ്ങനെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വെക്കേഷൻ പ്രമാണിച്ച് സാറ് മുടിയൊക്കെ മൊട്ടടിച്ചിട്ടാ പരിപാടിക്ക് വന്നേക്കണേ. എന്തായാലും നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേർ ഹോളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ. ഇന്നെന്താ അറിയില്ല, പതിവില്ലാത്ത ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിയുണ്ടായി. ഫെയർവെല്ലിൽ ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി ടൈറ്റിൽ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കലായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ് പെറ്റിന് ഏറ്റവും അർഹനായിട്ടുള്ള അപ്പു CBSE തെരഞ്ഞെടുത്തു. ശേഷം ബെസ്റ്റ് ഉഴപ്പനായിട്ട് ദീപുനെയും, ക്യൂട്ട് സ്മൈലിന് ഡോണുനെയും, കുടുംബശ്രീ പ്രസിഡന്റ് ആയിട്ട് അപ്പുനെയും, പകൽമാനായിട്ട് ബിജോയിനെയും, ബെസ്റ്റ് കാട്ടുകോഴി ആയിട്ട് നമ്മുടെ തള്ളേനെയും തെരഞ്ഞെടുത്തു. അടുത്ത ഗെയിമിന് ചെക്കന്റെ പേര് ഫസ്റ്റ് വിളിച്ചപ്പോൾ ചെക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ടർ ഓൺ ആക്കിയിട്ടാ. പിന്നെ നമുക്ക് കഴിക്കാനുള്ള സ്നാക്സ് ബോക്സും വന്നു. അവസാന പരിപാടി ആയിട്ട് നമ്മുടെ പിള്ളേർ ക്ലാസ്സിൽ ഒരു സർപ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ. പിന്നുള്ളത് ആരെങ്കിലും എടുത്താലോ വിചാരിച്ചിട്ടുള്ള 2 ബോക്സും കൈ പിടിച്ചിട്ടാണ് നടക്കുക. ക്ലാസ് തുറന്നു പിള്ളേരെല്ലാവരും ഓടി ഉള്ളിൽ കയറിയിട്ടാ. പിന്നാലെ നമ്മളും കയറി. ഇത്രയും നല്ലൊരു ഫെയർവെൽ ഞങ്ങൾക്ക് കിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഈ കെട്ടി തൂക്കിയിട്ടുള്ള എല്ലാ ഫോട്ടോസിലും ഞാനുണ്ട്. കാരണം ഞാനാണ് ഈ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തത്. ഏതൊരു പാവം പിടിച്ച് ആടിഞ്ഞ് ഇടിച്ചു മറിച്ചിട്ട് അവള് വന്നിരിക്കണുണ്ട്. അങ്ങനെ നമ്മുടെ അവസാന പരിപാടി ആയിട്ടുള്ള കേക്ക് മുറി ചടങ്ങാണ്ട് ആരംഭിച്ചു. നേരത്തോടെ നമ്മൾ സാറിനും ടീച്ചർക്കും പിള്ളേർക്കൊക്കെ കേക്കും വായിൽ വെച്ച് കൊടുത്തു. പിന്നെ എല്ലായിടത്തും സ്ഥിരം പരിപാടി ആയിട്ടുള്ള കേക്ക് ഫേസിലാണ്ട് ആരംഭിച്ചു കേട്ടോ. ഇത്ര നേരം എല്ലാം വാരി വലിച്ചിട്ടുണ്ടായ ആൾക്കാരാ. ക്യാമറ വന്നപ്പോ എന്താ ഉളുമാരുടെയൊക്കെ സ്റ്റാൻഡേർഡ്. പിന്നെ ആ കെട്ടി തൂക്കിയിട്ട ഫോട്ടോ പറിച്ചെടുത്തിട്ട് പിള്ളേരുടെ എല്ലാവരുടെ ഒരു ദീർഘയാത്രയും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതാണ് നമ്മുടെ പുതിയ കമ്പനി വണ്ടിയിട്ടാ. ഇനിയുള്ള ഞങ്ങളുടെ കറക്കങ്ങളെല്ലാം ഇതിലായിരിക്കും. അങ്ങനെ കോളേജിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ജിംഖാന കാണാൻ വേണ്ടി പോയിട്ടാ. തുടക്കം തൊട്ടേ ചെക്കന്റെ എല്ലാ പടം എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ ഈ പടം നല്ല ഇഷ്ടമായി. ഗൈസ് നിങ്ങൾക്കും ജിംഖാന കണ്ടിട്ട് ബോക്സിംഗ് പഠിക്കാൻ തോന്നിയായിരുന്നു. അങ്ങനെ സിനിമയും കണ്ട് വരുന്ന വഴിക്ക് കിസ്മിസ് കയറി ചായം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. കോൾ ചെയ്ത അടുത്ത വീഡിയോയിലാണ്. അപ്പൊ ഓക്കെ ബൈ.